ഒരു 19-55 വയസ്സ് എനിക്ക് തോന്നിച്ചു. വേദനയിൽ കിടന്ന് പൊളയാണ്. കാല് പൊക്കിച്ചവിട്ടി ചെയ്യുന്നൊരു എക്സസൈസ് പോലെ ഇദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ചാടിച്ചെല്ലുന്നു. 5 മിനിറ്റുള്ളിൽ വീണ്ടും മന്ത്രി വിളിക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് ഡോക്ടർ ബിന്ദു ഈസ് ഓൾ അബൌട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആനന്ദ് കൃഷ്ണൻ. ഈ ടാർമാക് മീഡിയ ഹൗസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ എഡിറ്റർ ഇൻ ചീഫാണ്. മലയാളികൾക്ക് ഞാൻ അത്ര സുപരിചിതനല്ല എന്നറിയാം. 32 വർഷമായിട്ട് ഇന്ത്യയുടെ മിലിറ്ററിയും പോലീസും ഒക്കെ കവർ ചെയ്യുന്നൊരു ജേർണലിസ്റ്റാണ്, ബാംഗ്ലൂർ ബേസ്ഡ്. ഇപ്പോഴ് കേരളത്തിലേക്ക് എൻ്റെ പത്രപ്രവർത്തനവും എൻ്റെ സോഷ്യൽ സർവീസും ബാക്കിയുള്ള എൻ്റെ ഭ്രാന്തുകളൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് കാലടിയിലുള്ള ശൃംഗേരി മഠം, അതായത് എൻ്റെ ഗുരുനാഥ സ്ഥാനത്ത് ഞാൻ ആദരിക്കുന്ന ആദിശങ്കരൻ്റെ ജന്മസ്ഥലമായ കാലടിയിലെ അദ്ദേഹത്തിൻ്റെ ജന്മഭൂമിയിലാണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു അവിശ്വസനീയമായ റെസ്ക്യൂ ഓപ്പറേഷൻ. പുഴുത്ത് കാലടിയിലെ MC റോഡിൽ 5-6 ദിവസമായി കിടന്നിരുന്ന ഒരു മനുഷ്യനെ കുറേ വോളണ്ടിയേഴ്സ് ചേർന്ന് രക്ഷപ്പെടുത്തി. അതിൻ്റെ പിന്നിൽ ഒരു മാലാഖയെ പോലെ എത്തിയത് നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ ഒരു അമ്മയുടെ സ്ഥാനത്ത്, ഒരു ചേച്ചിയമ്മയുടെ സ്ഥാനത്ത് കേരളത്തിൻ്റെ ഒരു ലീഡിംഗ് മിനിസ്റ്ററായിട്ടുള്ള ഡോക്ടർ R. ബിന്ദു ആണ്. ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്, സോഷ്യൽ ജസ്റ്റിസും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്ന മിനിസ്റ്ററാണ്. ആ കഥ I hope it will be inspiring for many youngsters who will take up social service as a mission, as part of their life. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആദിശങ്കരനെ കാണാനായിട്ട് വരാറുണ്ട്. അദ്ദേഹം വിളിക്കുമ്പോഴൊക്കെ അങ്ങനെ വന്നു. കാലടി സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായ ഡോക്ടർ ഗീതയായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എൻ്റെ ഹോട്ടലിൽ, MC റോഡിലുള്ള ഹോട്ടലിൽ രാവിലെ വെളുപ്പിനെ ചായ കുടിക്കാൻ കാലടി ജംഗ്ഷനിൽ കുറേ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ചായക്കട നടത്തുന്ന ചേട്ടന്മാരും ലോട്ടറി വിൽക്കുന്ന ചേട്ടന്മാരും, അങ്ങനെ ഞങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ട്, കാലടി സ്ക്വാഡ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടുന്ന് ചായ കുടിച്ച് തിരിച്ച് വന്നപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത്. ഒരു 19-55 വയസ്സ് എനിക്ക് തോന്നിച്ചു. വേദനയിൽ കിടന്ന് പൊളയാണ്. ഞാൻ അടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര ഹി വാസ് തിങ്കിങ് ലൈക്ക് മാൻ. കാലെല്ലാം പുഴുത്തിരിക്കുകയാണ്, കൈയെല്ലാം വീർത്ത്. അപ്പം ഞാൻ ചോദിച്ചു, രാവിലെ ഭക്ഷണം കഴിച്ചോ? അപ്പോൾ ഇല്ല. അദ്ദേഹം ശരിക്കൊന്നും സംസാരിക്കുന്ന പോലും ഇല്ല. കണ്ണെല്ലാം കൂടെ ഈസിൻ്റെ ബാഡ് ഷേപ്പ്. അദ്ദേഹത്തിന് ഒരു കീറിയൊരു ലുങ്കിയും ഒരു ഷർട്ടും അണ്ടർവെയർ പോലും ഇല്ല എന്നാണ് തോന്നുന്നത്. ബട്ട് ഹി വാസ് തിങ്കിങ് വെരി ബാഡ്ലി. അപ്പോൾ എനിക്ക് 2 സംശയമാണ്. കാരണം കേരളത്തിൽ ഇത് സ്ഥിരമായിട്ട് കാണുന്നൊരു കാര്യമാണ്. കാരണം പിന്നെ കള്ള് കുടിച്ചിട്ട് റോഡിൽ കിടക്കുന്ന ഒരു കോമൺ സംഭവമാണല്ലോ. പക്ഷേ അതല്ലെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ നോക്കിയപ്പോൾ കൈയും കാലിലും ഒക്കെ, എസ്പെഷ്യലി ഹിസ് ലെഗ് വാസ് ഇൻ എ വെരി ബാഡ് ഷേപ്പ്. ഞാൻ അദ്ദേഹത്തിന് നമ്മൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ ഓർക്കണം. അതെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ തിരിച്ച് ഹോട്ടലിൽ പോയപ്പോഴും എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ എൻ്റെ ഹോട്ടലിനോട് ചേർന്ന് തന്നെയാണ് ഈ ഫുട്പാത്തിലാണ് കിടക്കുന്നത്. ഞാൻ തിരിച്ച് തിന്നു. ഭക്ഷണം കഴിച്ചെന്ന് ചോദിച്ച് കഴിച്ചാൽ, അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ കവർ മാത്രമേ ഉള്ളൂ, വെള്ളം കുടിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തുമായിട്ടൊരു കോൺവെർസേഷനിൽ എൻഗേജ്ഡ് ഇൻ എ കോൺവെർസേഷൻ. അപ്പോൾ മനസ്സിലായി ആരുമില്ല. 54 വയസ്സോ 55 വയസ്സോ എന്താണ് പറഞ്ഞത്. ശിവൻ എന്നാണ് പേര്, ചാലക്കുടിക്കാരനാണെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം ക്ലെയിംസ് ആണല്ലോ, നമുക്ക് വെരിഫൈ ചെയ്യണമല്ലോ. എപ്പോഴും നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമ്മൾ വെരിഫൈ ചെയ്യണം. അത് വെരിഫൈ ചെയ്യാനുള്ള ഒരു സംവിധാനമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് ഉടൻ തന്നെ ഞാൻ കുറേ ഫോട്ടോ എടുത്തിട്ട് ട്വീറ്റ് ചെയ്തു. അപ്പോൾ ഈ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു സുപ്രധാനമായ ഒരു ചങ്ങലയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പോൾ.
കാരണം പത്രപ്രവർത്തനത്തിൻ്റെ നാഡി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം സാമൂഹ്യ മാധ്യമങ്ങൾ അത്രമാത്രം നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. അതിൻ്റെ വേറൊരു വശം കാണും, എന്തിനാണ് രണ്ട് വശം ഇല്ലാത്തത്. അപ്പോൾ ഞാൻ കേരളത്തിലുള്ള എല്ലാ എനിക്കറിയാവുന്ന മന്ത്രിമാരെയും മിനിസ്ട്രീസിനെയും ചീഫ് മിനിസ്റ്ററിൻ്റെ ഓഫീസിനെയും എൻ്റെ മാധ്യമ സുഹൃത്തുക്കളെയൊക്കെ ടാഗ് ചെയ്ത് ഫോട്ടോ അയച്ചു. ഇത് ശരിക്കും 2-3 പേരൊക്കെ റീട്വീറ്റ് ചെയ്തു. ഇന്ത്യ ടുഡേയുടെ സീനിയർ എഡിറ്ററായ എൻ്റെ ചങ്കായ ശിവ അറൂർ, ഡൽഹിയിലുള്ള ശിവാണ് റീട്വീറ്റ് ചെയ്തത്. അപ്പോൾ ഈ റീട്വീറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ആരാധകരും ഫോളോവേഴ്സുള്ള ആൾക്കാരൊക്കെ റീട്വീറ്റ് ചെയ്താൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. ആൻഡ് ശിവ ഹാസ് ബീൻ മൈ ഗുഡ് ഫ്രണ്ട്. ഇന്ത്യയുടെ ഒരു ടോപ്പ് റേറ്റഡ് ഡിഫൻസ് ജേർണലിസ്റ്റാണ്. ശിവ അറൂറിനെ അറിയാമേത്ത ആരാണ്. പക്ഷേ എന്നെ അതിശയിപ്പിച്ചത് ഈ കേരളത്തിൽ ഞാൻ ടാഗ് ചെയ്ത ആരും ഇത് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ എനിക്കൊരു സംശയം, ഇനി ഇവിടെ ഈ ട്വിറ്റർ എന്നല്ല എക്സ് എന്നുള്ള പ്ലാറ്റ്ഫോം ഒരു പക്ഷേങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട്, പക്ഷേ അത് ഇറ്റ് മൈറ്റ് നോട്ട് ബി യൂസ്ഡ് പ്രോപ്പർലി, ഓർ വേറൊരു മാധ്യമമായിരിക്കും. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് ആരും വന്നില്ല എന്ന് പറഞ്ഞ് വേറൊരു അദ്ദേഹം തറയിൽ കിടക്കുന്ന ഒരു ഫോട്ടോയും കൂടി ഇട്ടിട്ട് കുറേ പേരെയും കൂടി ടാഗ് ചെയ്തു. ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ ട്വിറ്റർ സംരംഭം പാഴായിപ്പോയി. പിന്നെ ഞാൻ സ്ഥിരം വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേരളത്തിൽ വന്ന് എന്തെങ്കിലും എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് അറിയിക്കാൻ. ഒന്ന് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടായ മനോജ് കെ ദാസ്, മാതൃഭൂമിയുടെ എഡിറ്ററാണ്. പിന്നെ എൻ്റെ ചങ്കായ ഉണ്ണി ബാലകൃഷ്ണൻ, ഇപ്പോൾ റിപ്പോർട്ടറിലാണ്. അങ്ങനെ പിന്നെ ഞാൻ ഇംഗ്ലീഷ് മനോരമ ഓൺലൈനിന് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരെ വിളിച്ചു. ഈ രാവിലെ ആയതുകൊണ്ട് എല്ലാവരും നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് സ്വാഭാവികമാണ്, ഫോൺ എടുത്തില്ല. പിന്നെ എൻ്റെ കയ്യിൽ മന്ത്രി വീണ ജോർജിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ 2-3 തവണ അദ്ദേഹത്തെ കലാം സാറുമായിട്ടുള്ളൊരു മിഷനുമായിട്ട്, എൻ്റെ ഗുരുനാഥനാണ് കലാം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ മിഷനുമായിട്ട് ഞാൻ പലതവണ മെസ്സേജുകളൊക്കെ അയച്ചു. പക്ഷേ പലപ്പോഴും 2 നമ്പറുണ്ട്, പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഗൺമാനോ ഓഫീസ് സ്റ്റാഫോ എടുക്കുന്നത്. ഒരിക്കലും ഞാൻ ഈ വീണ ജോർജ് എന്ന മന്ത്രിയെ, ഷീസ് എ ജേർണലിസ്റ്റ്, ഷീസ് എ ഫോമർ ജേർണലിസ്റ്റ്, ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് സർപ്രൈസിങ് ഐ കുഡന്റ് ഗെറ്റ് അക്രോസ് ടു ഹർ, ആ കംപ്ലൈൻ്റ് ഇല്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു മാധ്യമ സുഹൃത്തായ, പേര് ഞാൻ മറന്നുപോയി, ഏഷ്യാനെറ്റാണോ മാതൃഭൂമി ചാനലാണോ ഓർക്കുന്നില്ല, അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞു. എനിക്ക് ഈ മന്ത്രിമാരുടെ അപ്പോഴാണ് എനിക്ക് ഞാൻ വിചാരിച്ചു ഹെൽത്തുമായിട്ട് റിലേറ്റപ്പെട്ടത് എല്ലാം ഹെൽത്ത് മിനിസ്റ്റർ ആണല്ലോ. സോ ഐ ഡിഡ് നോട്ട് നോ ദ ഇൻട്രിക്കസീസ് ഓഫ് ഹൗ ദിസ് ഈസ് ഡൺ ഇൻ കേരള. ദാറ്റ് ഈസ് മൈ ഇഗ്നോറൻസ്, എൻ്റെ അറിവില്ലായ്മയാണ്. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിനൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനത്തെ കേസുകളൊക്കെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റാണ്, അതോടൊപ്പം ഡോക്ടർ ബിന്ദു ആണ്. ശരി, ഡോക്ടർ ബിന്ദുവിൻ്റെ പേഴ്സണൽ നമ്പർ കിട്ടി. ഞാൻ വിളിച്ചു, കിട്ടിയില്ല. ഉടൻ തന്നെ എന്നെ മനോജ്, മാതൃഭൂമി എഡിറ്റർ മനോജ് വിളിച്ച് സംസാരിച്ചുകൊണ്ട് മനോജിൻ്റെ ഒക്കെ തുടങ്ങിയപ്പോൾ ഡോക്ടർ ബിന്ദു തിരിച്ചു വിളിക്കുന്നു. ഞാൻ മനോജിൻ്റെ പറഞ്ഞു, മനോജ് ഐ ടോക്ക് യു ലേറ്റർ. ഡോക്ടർ ബിന്ദു വിളിച്ചു. ഞാൻ ചുരുക്കി, കാരണം ഞാൻ ആരാന്നുള്ള പ്രസക്തി അവിടെ ഇല്ലല്ലോ, ഞാൻ കാര്യം പറഞ്ഞു. പിന്നെ ജേർണലിസ്റ്റാന്ന് പറഞ്ഞു. ക്യാൻ യു ബിലീവ്? പേടിക്കണ്ട കേട്ടോ, ഇപ്പം തന്നെ ഞാൻ ആൾക്കാരെ അറിയിക്കാം. ആ ഒരു സ്നേഹം, ആ ഒരു 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 ജെന്യുവിനിറ്റി ഐ കുഡ് ഫീൽ. എനർജിയുടെയും സ്പിരിച്വലിസത്തിൻ്റെയും കമ്മ്യൂണിക്കേഷനിലൊക്കെ 24 മണിക്കൂറും ടെസ്റ്റ്, ഒരു ലബോറട്ടറിയിൽ എപ്പോഴും ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞനാണ് ഞാൻ. അപ്പോൾ എനിക്ക് പോസിറ്റിവിറ്റി കിട്ടി. 5 മിനിറ്റുള്ളിൽ വീണ്ടും മന്ത്രി വിളിക്കുന്നു. അതൊക്കെ അവർ നോക്കും. പിന്നെ ഞാൻ അവിടെ സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഓഫീസർ ലീവായിരുന്നു, അതുകൊണ്ട് അയാളെ വിളിച്ച് കിട്ടിയിരുന്നില്ല. അവസാനം അവിടുത്തെ സീനിയർ സൂപ്രണ്ടിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവർ പക്ഷേ എറണാകുളത്താണ്, എന്നാലും അവർ ശ്രമിക്കുന്നുണ്ട്. പിന്നെ വേറെ ഒരു മെയിൻ്റനൻസ് ട്രിബ്യൂണലിലെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇടപെട്ടിട്ടുണ്ട്, വേണ്ടത് ചെയ്യും. പിന്നെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ അവർ വരും. ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരു അമ്മയുടെ, ഒരു ചേച്ചിയുടെ ഒരു സ്നേഹത്തോടു കൂടി. ഷീ വാസ് നോട്ട് ടോക്കിംഗ് ടു മീ ലൈക്ക് എ മിനിസ്റ്റർ. ഇനിയാണ് രസം. അടുത്ത ഒരു 10 നിമിഷങ്ങൾക്കുള്ളിൽ NSSൻ്റെ, ഞാൻ പേരുകൾ ഓർക്കുന്നില്ല ബിക്കോസ് ഐ എം ന്യൂ ടു ഓൾ ദീസ് പീപ്പിൾ, NSSൻ്റെ, അതായത് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ട്രിവാൻഡ്രത്തുള്ള ഒരു ഹെഡ് എന്നുള്ള ഒരാൾ വിളിക്കുന്നു. മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആളെത്തും. അദ്ദേഹം ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു പ്രൊഫസറെ വിളിക്കുന്നു. അദ്ദേഹം എന്നെ വിളിക്കുന്നു, വിളിയോടെ വിളി. ഇതിൻ്റെ ഇടയ്ക്ക് ഈ മന്ത്രി എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് മന്ത്രിയുടെ ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഹെർ സെക്കൻഡ് മാജിക് ഓഫ് ദി മിനിസ്റ്റർ, അവരെന്നെ വിളിക്കുമ്പോൾ കിട്ടാത്തപ്പോൾ ഷീ സെൻഡിങ് മീ വോയിസ് മെസ്സേജസ്. മൈ ഗുഡ്നസ്, എൻ്റെ 32 വർഷ ജീവിതത്തിൽ
പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ് തൊട്ട് ഡിഫൻസ് മിനിസ്റ്റർ, ഞാൻ ഡിഫൻസ് ആണല്ലോ അറിയുന്നത്, പല ഡിഫൻസ് മിനിസ്റ്റേഴ്സുമായിട്ടും പല മന്ത്രിതലത്തിലുള്ള പല പാർട്ടിക്കാരിലെ ഫ്രണ്ട്സുകൾ, മന്ത്രിമാർ, എം പിമാർ, MLA മാർ, പലയിടത്തും ഇത്രയും സുഹൃത്തുമുള്ള ഞാൻ ഇത്ര സൂപ്പർസോണിക് റെസ്പോൺസ് ഉള്ള ഒരു മിനിസ്റ്ററെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്പർ 2, why should a minister call 10 times? Why should a minister send so much of messages? കാരണം that is what Dr. Bindu is all about എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു ടീച്ചറാണല്ലോ, ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണല്ലോ അവർ. ഏതോ ഒരു കോളേജിലെ ഷീ വാസ് എ വൈസ് പ്രിൻസിപ്പൽ, ഐ തിങ്ക് ബിഫോർ ഷീ ബിക്കെയിം ദ മിനിസ്റ്റർ. എൻ്റെ അമ്മയും ഇംഗ്ലീഷ് ലെക്ചറായിരുന്നു, പിന്നെ ടീച്ചറായിരുന്നു. അപ്പം ഈ ഇംഗ്ലീഷ് ടീച്ചർമാരുടെ ഒരു DNA എനിക്കറിയാം. അപ്പോൾ ടീച്ചറുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ മരിച്ചുപോയ എൻ്റെ എല്ലാമായ എൻ്റെ അമ്മയാണ് ഓർമ്മ വന്നത്. എനിവേ, ടു കട്ട് ദ ലോങ് സ്റ്റോറി ഷോർട്ട്, 1 മണിക്കൂറിനുള്ളിൽ ഞാനും ആ പുഴുത്ത് കിടക്കുന്ന ചേട്ടനും മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സംഭവം നടന്നു. ഈ ഫുട്പാത്തിൽ കൂടെ മഴയാണല്ലോ, ഈ ചേട്ടൻ എഴഞ്ഞ് അത് ഒരു 10 മീറ്റർ ഒരു അരമണിക്കൂർ എടുത്തു. കാരണം പുള്ളിക്ക് വയ്യ, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. ഒരു കുടയുണ്ട്, ഒരു പഴയ കുട, എഴഞ്ഞ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് പറയണമെന്നുണ്ട്. എന്തിനാ ഈ സ്റ്റോറി നെഗറ്റീവാക്കുന്നത്? അപ്പം ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ ഒരു കോട്ടിയാട്, അവിടെ ഒരു അതിൻ്റെ ലോബിയുടെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ വന്ന് അദ്ദേഹം കിടന്നു. ഈ സമയത്തിനുള്ളിൽ തന്നെ NSSൻ്റെ ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ വോളണ്ടിയേഴ്സ് എത്തി. ആൽവിൻ എന്നാണ് പേരെന്ന് പറഞ്ഞാൽ മോൻ്റെ, അവനും കൂട്ടുകാരും എത്തി. വിതിൻ നെക്സ്റ്റ് ബാച്ചായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അടുത്ത സെറ്റ് ഓഫ് ടീംസ്, പേര് ഞാൻ വിജയശ്രീ എന്നാന്ന് തോന്നുന്നു, അതെ, കൊച്ചി RDO ഓഫീസിൽ വിജയശ്രീ വിളിക്കുന്നു. പിന്നെ എന്നെ ഒരു സ്മിത, ഐ ഫോർഗെറ്റ് ഡെസിഗ്നേഷൻസ്, ഈ ക്രെഡിറ്റിൽ എല്ലാവരുടെയും പേര് ഞാൻ കൊടുക്കുന്നുണ്ട് ടുവേർഡ്സ് ദി എൻഡ്. സിനിമയിൽ ഇങ്ങനെ ക്രെഡിറ്റ് പോകത്തില്ല, ഡയറക്ഷൻ, ആക്ടിങ്, അതുപോലെ ഈ ഒരു മഹാസംഭവത്തിൽ എനിക്ക് ഓർമ്മയുള്ള സഹായിച്ച എല്ലാവരുടെയും പേര് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കാണണം. എന്നിട്ട് എവിടെ ആണെങ്കിലും ഇരുന്ന് അവരെ ഒന്ന് സല്യൂട്ട് ചെയ്യണം. മന്ത്രി വീണ്ടും വിളിക്കുന്നു. എന്നിട്ട് മന്ത്രിയുടെ ബസ്, ഞാനൊരു പ്രോഗ്രാമിൽ കയറുകയാണ് കേട്ടോ എന്ന് പറഞ്ഞ് വെച്ചു. അത് കഴിഞ്ഞ് അപ്പോഴാണ് ഒരു സംഭവം. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ, അവിടുത്തെ മാനേജറുടെയും സെക്യൂരിറ്റിയുടെയൊക്കെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു പുഴുത്തളിഞ്ഞ ആള് എങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ മുന്നിൽ വന്ന് കിടക്കാൻ പറ്റും? പറ്റത്തില്ലല്ലോ. കാരണം ഇത് പണക്കാർക്ക് മാത്രം വരാൻ പറ്റുന്ന സ്ഥാപനമല്ലേ. ഞാനത് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഒരു സെക്യൂരിറ്റിക്കാരൻ ഈ വാഗാ ബോർഡിൽ ഇന്ത്യൻ പട്ടാളവും പാകിസ്ഥാൻ പട്ടാളവും കാല് പൊക്കിച്ചവിട്ടി ചെയ്യുന്ന ഒരു എക്സസൈസ് പോലെ ഇദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ചാടി ചെല്ലുന്നു. അപ്പോൾ ഞാൻ ഈ ലോബിക്കകത്തോട്ടൊരു ഫോൺ, എന്തോ വെള്ളം കുടിക്കാൻ ഏതാണ്ട് പോയി തിരിച്ചൊരു സ്പ്ലിറ്റ് സെക്കൻഡ് ദിസ് മാൻ വാസ് ചാർജിങ് ആൻഡ് കമ്മിങ്. അപ്പം ഞാൻ കഥ തുറന്ന് ഓടി ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു, തുടരുത്. അപ്പോൾ കൈ കാട്ടി ഇവിടുന്ന് പോകണം. അവൻ അറിയുന്നുണ്ടോ, ആ കാണിച്ച വിവരക്കേട് കാണിച്ച അദ്ദേഹം അറിയുന്നുണ്ടോ, ഇന്ന് ഞാൻ നാളെ നീ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടായല്ലോ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയം, ഇനിയിപ്പം ഇവിടെ ഇനിയും വേറെ ആൾക്കാർ വന്ന് ഇറക്കി വിട്ടാലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ സ്മിതയോ വിജയശ്രീ ആരോണ്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ. അവർ പറഞ്ഞു, സാറ് പേടിക്കണ്ട, ഞങ്ങൾ പോലീസുകാരെ അറിയിച്ചോളാം. ഇനിയാണ് കുറച്ച് സമയത്തിനുള്ളിൽ പോലീസുകാർ വന്നു. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് ഞാനും ഡോക്ടർ ബിന്ദുവും ചില ആൾക്കാരുടെ ഒക്കെ ചേർന്ന് ആ കഥ ഇതിനോട് ചേർക്കണ്ട എന്ന് തീരുമാനിച്ചു. ഒരു ആക്ഷൻ ഹീറോ സോഡാക്കുപ്പി എന്ന് മാത്രം ഓർത്താൽ മതി. എന്താണെന്ന് ഇതിൽ ഞാൻ പറയുന്നില്ല, കാരണം ഇത് നല്ല കാര്യമാണ്. നമ്മൾ നല്ല കാര്യം നടക്കുമ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ ചേർക്കാൻ പാടില്ലെന്നാണല്ലോ ഗുരുനാഥന്മാർ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ എനിക്ക് ബിന്ദു ടീച്ചർ എന്ന് വിളിക്കുന്നതായിരിക്കും ഈ ഡോക്ടർ ബിന്ദുവിനെ കണ്ടിട്ട് നല്ലത്. ബിന്ദു ടീച്ചർ പറഞ്ഞു, ഇപ്പം അത് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിയമം പഠിച്ച അഭ്യസിച്ച ആൾക്കാരും പത്രക്കാരുടെ കൂട്ടായ്മയൊക്കെ ഉള്ള സ്ഥലമല്ലേ ഇത്, വെള്ളരിക്കപ്പട്ടണം അല്ലല്ലോ. അപ്പം ആക്ഷൻ ഹീറോ സോഡാക്കുപ്പിയുടെ കാര്യം പിന്നെ പറയാം. അങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അങ്കമാലിയിൽ നിന്നും ഡോക്ടർ ടീംസ് എത്തുന്നു, സോഷ്യൽ ജസ്റ്റിസിൻ്റെ ടീംസ് എത്തുന്നു, ഒരു ഡോക്ടറും നഴ്സും സപ്പോർട്ട് സ്റ്റാഫും ആംബുലൻസും എല്ലാം എത്തി. ഒരു സിനിമാ ഷൂട്ടിംഗ് എന്ന കൂട്ട് ഇദ്ദേഹത്തെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. കേരളത്തിലെ വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സുമായ സാധാരണക്കാരായ
ആരെയും ഹെൽപ്പ് ചെയ്യാതെ അഹങ്കാരവും ഹുങ്കുമുള്ള പല ചേട്ടന്മാർ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, സഹായിക്കാൻ വന്നില്ല. അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. കേരളത്തിൻ്റെ മാത്രമല്ല, കേരളത്തിൽ കൂടുതലാണല്ലോ. മൊബൈൽ ഫോൺ ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. പിന്നെ പുച്ഛത്തോട് നോക്കുന്ന ചില കടക്കാർ, അങ്ങനെ പലരെയും കണ്ടു. ഞാനും ഈ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ആണല്ലോ എൻ്റെ അന്നം. ഞാനും കുറച്ചൊക്കെ എടുത്തു, അദ്ദേഹത്തെ കയറ്റിക്കൊണ്ടുപോയി. തീർന്നോ കഥ? ഇതിനിടയിൽ പ്രോഗ്രാമായിരുന്ന മിനിസ്റ്റർ തൻ്റെ സപ്പോർട്ട് സ്റ്റാഫിലുള്ള മാർഷൽ രാധാകൃഷ്ണനെ ജോലി ഏൽപ്പിക്കുന്നു. അദ്ദേഹം ഒരു പത്രക്കുറിപ്പ് എഴുതുന്നതിൻ്റെ കൂട്ട് എനിക്കെൻ്റെ വാട്സപ്പിൽ ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സാധനം അയച്ചു തരുന്നു. ഇത്ര പ്രൊഫഷണലായിട്ട് എൻ്റെ കരിയറിൽ ഒരു മന്ത്രിയുടെ സ്റ്റാഫിനെ കണ്ടിട്ടുമില്ല, ഒരു മന്ത്രിയെയും കണ്ടിട്ടില്ല. അങ്ങനെ എന്തായാലും ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ശിവൻ ചേട്ടനെ വളരെ മനോഹരമായി, വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഡോക്ടേഴ്സ് നോക്കുന്നുണ്ട്. ഡോക്ടർ അജ്മൽ എന്ന ഡോക്ടറുടെ പേര് എടുത്തു പറയണം. അജ്മലും ടീമുമാണ് അദ്ദേഹത്തെ. ഇന്നലെ എനിക്ക് ഡോക്ടർ അജ്മൽ മെസ്സേജ് അയച്ചു. അങ്കമാലി ഹോസ്പിറ്റലിൽ നിന്നും അവരെ, ആ ശിവൻ ചേട്ടനെ എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മിനിസ്റ്ററുടെ പ്രത്യേകം നിർദ്ദേശപ്രകാരം ആരുമില്ലാത്ത ഒരു അബാൻഡൻഡ് ആളാണെങ്കിൽ അദ്ദേഹത്തിന് താമസിക്കാൻ അത് അഗതി മന്ദിരം എവിടെയോ ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുന്നതാണ്. അവിടത്തേക്കുള്ളത് ചികിത്സ എല്ലാം ഫ്രീ ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശിവൻ ചേട്ടനെ എന്നെ അന്വേഷിച്ചെന്ന് പോലും ഞാൻ പോയി കാണുന്നുണ്ട്. അപ്പോൾ നല്ലവരായ കേരളത്തിൽ നല്ല മനുഷ്യരും ഉണ്ട്, നോക്കുകൂത്തുകളിയുണ്ട്. ബിന്ദു ടീച്ചർക്ക് വീണ്ടും, ബിന്ദു ടീച്ചർക്കും ബിന്ദു ടീച്ചറുടെ എൻ്റയർ സപ്പോർട്ട് സ്റ്റാഫ് എന്ന് വെച്ചാൽ ഓഫീസിലുള്ളവരും പിന്നെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലെയും ബാക്കി എല്ലാവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട്, ഇതാണ് ഈ സംഭവം നടക്കുന്നത് എൻ്റെ ഗുരുനാഥനായ ഗുരു കലാം അബ്ദുൽ കലാമിൻ്റെ 9ാം ഓർമ്മ വർഷമാണ്. ഒരു പക്ഷേങ്കിൽ അബ്ദുൽ കലാം സാറിനെ കുറിച്ചുള്ള എൻ്റെ പ്ലെയിൻ ലോഡ്സ് ഓഫ് മെമ്മറിയെക്കുറിച്ച് ഞാൻ ഒരു പക്ഷേങ്കിൽ ഒരു പോസ്റ്റ് രാവിലെ ഇടണം. ഒരു സ്റ്റോറി, ആരും കേൾക്കാത്തൊരു സ്റ്റോറി ഷെയർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ചായ കുടിക്കാൻ പോയ ആൾ അബ്ദുൽ കലാം സാറും ശങ്കരനും എല്ലാം കൂടെ ചേർന്ന് തീരുമാനിച്ചു, നീ ഇന്ന് എഴുതണ്ട, നിനക്ക് ഞങ്ങളൊരു പ്രാക്ടിക്കൽ അസൈൻമെൻറ്റ് തരാം, ദാ ശിവൻ ചേട്ടനെ പോയി രക്ഷിക്കൂ. അതായിരുന്നു എൻ്റെ അസൈൻമെൻറ്റ്. പിന്നെ എല്ലാ കഥയിലും ഒരു വില്ലനുണ്ടല്ലോ, ഈ കഥയിലും ഉണ്ട്. പക്ഷേ ബിന്ദു ടീച്ചർക്ക് കൊടുത്തൊരു വാക്കുണ്ട്, നമുക്ക് പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. ആ വാക്ക് ഞാൻ മരിക്കുന്നതിന് വരെ തെറ്റിക്കത്തില്ല. ഈ സ്റ്റോറിയോട് ചേർത്ത് ചെയ്യരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാനൊരു ജേർണലിസ്റ്റ് അല്ലേ. ഇൻവെസ്റ്റിഗേഷനും പോലീസും പട്ടാളവും സ്പെഷ്യൽ ഫോഴ്സസും അന്തർവാഹിനി കപ്പലുകളും മിസൈലുകളും യുദ്ധവിമാനങ്ങളുടെയും കൂടെ 24 മണിക്കൂറും ത്രിവർണ്ണ പതാകയും സ്പെഷ്യൽ ഈ അൺസങ് ഹീറോസിനെയൊക്കെ മനസ്സിൽ ആരാധിച്ച് കാക്കി വിട്ട പല ഓഫീസേഴ്സും, ടോപ്പ് IPS തൊട്ട് ഡ്രൈവർമാരെയുള്ള എത്രയോ ആൾക്കാരെൻ്റെ സുഹൃത്തുക്കളാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും രാമേശ്വരത്തൊക്കെ പോലീസുകാരുടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട് ഞങ്ങളുടെ. പിന്നെ എനിക്ക് ഭ്രാന്തിനുള്ള വിഷം കലക്കി തന്നിരിക്കുന്നത് ആദ്യം എൻ്റെ അച്ഛനും അമ്മയായിരുന്നു, അത് കഴിഞ്ഞ് സാക്ഷാൽ APJ അബ്ദുൽ കലാം. കേരളമേ, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. 32 വർഷം കേരളത്തിന് പുറത്തായിരുന്നു. ഒത്തിരി കളിയാക്കുകൾ കേട്ടു, മല്ലു ജോക്സ്. അന്നൊക്കെ ഞാൻ വിചാരിച്ചത് ശരിയാണോ? ശരിയാണ്. വിവേകാനന്ദൻ എന്ത് ദീർഘവീക്ഷണമുള്ള ആളാണ് ഭ്രാന്താലയം എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് ഭ്രാന്താലയമല്ല. പുഴുത്തളഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യന് 5 ദിവസമായിട്ട് റോഡിലായിരുന്നു. ഈ കാലടിയിലെ പഞ്ചായത്ത് മെമ്പേഴ്സില്ലേ, MLA മാരില്ലേ, MP മാരില്ലേ, ആളുകളില്ലേ? കഷ്ടം. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ഇനിയിപ്പോൾ രാഷ്ട്രീയക്കാരോട് ഇതിൻ്റെ കമൻറ്റ്, പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, കമൻ്റ് ആർക്കും ഇടാമല്ലോ. എൻ്റെ പിന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പ്രത്യേക സിസ്റ്റമുണ്ട്, അത് മോണിറ്റർ ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ചെയ്യുന്ന എന്തിനും നല്ലതാണെങ്കിൽ, പിന്നെ തെറ്റായ രീതിയിൽ എഴുതിയാൽ അതിന് നേരായ അഡ്രസ്സൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേങ്കിൽ അത് മറ്റുള്ളവർക്ക് വ്രണമുണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ വെള്ളരിക്ക പട്ടണമല്ല, ആർക്കും എന്ത് തോന്നിവാസവും കാണിക്കാവുന്നൊരു സംസ്ഥാനമാണ് കേരളം എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സമയമായി. കേരളത്തെ മൊത്തം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല, പക്ഷേ ഒരു പരിശ്രമം. പിന്നെ മാലാഖയായ ബിന്ദു ടീച്ചറെ പോലുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. എന്നാലും ഞാൻ ആദ്യമായിട്ട് കണ്ടൊരു മാലാഖയാണ്. ലാൽ സലാം സഖാവേ, താങ്ക് യു, ജയ് ഹിന്ദ്.
നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ. നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ. സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ. സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. ആ ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ. ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ. ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ. ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. ആ ആ